എലമെന്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിനുള്ള പ്രൊസീജിയർ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. റോ ഓപ്പറേഷൻസ് ആണെങ്കിൽ ഒരു ഗിവൺ മെട്രിക്സ് എ ഉണ്ടെങ്കിൽ എ ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്നുള്ള ഫോമിൽ എഴുതുക. എന്നിട്ട് സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക സച്ച് ദാറ്റ് ഐ ഈക്വൽ ടു ബി ഇൻറ്റു എ എന്നുള്ള ഫോമിലേക്ക് അത് മാറണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രൊസീജിയർ ഇതാണ്. ഒരു ഗിവൺ മെട്രിക്സ് എ ഉണ്ടെങ്കിൽ എ ഈക്വൽ ടു ഐ എ എന്ന് എഴുതിയ ശേഷം ഇതില് സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനെ ഐ ഈക്വൽ ടു ബി ഇൻറ്റു എ എന്നുള്ള ഫോമിലേക്ക് മാറ്റാം. So let us take a matrix. Let A equal to matrix 1, 2, 2 minus 1. നമ്മള് റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഈ ഇക്വേഷനിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ എഴുതാം. A ഈക്വൽ ടു ഐ ഇൻറ്റു എ ഇംപ്ലൈസ് എ എന്ന മെട്രിക്സ് നമുക്ക് തന്ന മെട്രിക്സ് എഴുതുന്നു 1, 2, 2 minus 1 ഈക്വൽ ടു ഇത് ഓർഡർ 2 സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് ഐഡന്റിറ്റി മെട്രിക്സും സെയിം ഓർഡറിൽ എടുക്കുക. സോ ഐ ഈസ് 1, 0, 0, 1 ഇൻറ്റു എ. ഈ എ എന്നുള്ളത് ഈ മെട്രിക്സ് കൊടുക്കണ്ട, കാരണം ഈ എനെ നമ്മൾ മാറ്റുന്നില്ല, റൈറ്റ് സൈഡിലെ മാറ്റുന്നില്ല. നമ്മൾ ലെഫ്റ്റിൽ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഐയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ എ നമ്മൾ മെട്രിക്സ് എഴുതണ്ട, അത് അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇനി നമ്മുടെ എയിം എന്താ? ഇവിടെ 1, 0, 0, 1 വേണം. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് പ്ലേസ് നോക്കാം. അവിടെ 1 തന്നെയാണ്. നമ്മൾ റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാല് ഓരോ കോളം ആക്കിയിട്ട് ഓരോ കോളം വൈസ് ശരിയാക്കി കൊണ്ടുപോവാം. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് കോളം റെഡിയാക്കാം. ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് എലമെന്റ് 1 തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെയാണ് ശരിയാവുന്നത്. ഇവിടെ എന്താ വേണ്ടത്? 0 വരണം. അപ്പൊ ഇവിടെ 0 വരാൻ സെക്കൻഡ് റോയും ഫസ്റ്റ് റോയിലെ കറസ്പോണ്ടിങ് എലമെന്റ് തമ്മിൽ എന്ത് ചെയ്താലാണ് ഇവിടെ 0 വരിക? അതിനെയാണ് നമ്മൾ റൂളിന്റെ ഫോമിൽ ഇവിടെ എഴുതുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 2 മൈനസ് 2 വന്നാലേ ഈ പ്ലേസ് 0 കിട്ടുള്ളൂ. നമുക്ക് ആ 2 എന്നുള്ളത് ഏതാണ്? R2വിലെ ഫസ്റ്റ് എലമെന്റ് ആണ് 2 മൈനസ് ഇനി ഈ 2 എന്നുള്ള എലമെന്റ് ഫസ്റ്റ് റോയിന്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാം, കാരണം ഇവിടെ 1 അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ദിസ് 2 ആസ് 2 ഇൻറ്റു R1. നോക്കൂ ചെയ്താൽ ശരിയാവുമെന്ന്. R2വിലെ ഫസ്റ്റ് എലമെന്റ് 2, 2 മൈനസ് 2 ഇൻറ്റു R1ലെ ഫസ്റ്റ് എലമെന്റ് 2 ഇൻറ്റു 1. അപ്പൊ അവിടെ 0 വരില്ലേ? ഇതിനെയാണ് നമ്മൾ റൂളാക്കിയിട്ട് ഇവിടെ എടുക്കുന്നത്. സോ വി വിൽ റൈറ്റ് ഹിയർ R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1. ഇതൊക്കെ എലമെന്ററി റോ ഓപ്പറേഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഏത് സ്ഥാനമാണോ ശരിയാക്കേണ്ടത് ആ സ്ഥാനത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന എലമെന്റ് വരാൻ ഈ റോയിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ എന്ത് ചെയ്യണോ അതിനെയാണ് നമ്മൾ റൂളാക്കിയിട്ട് എഴുതുന്നത്. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന റൂൾ ഇതാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്താ വരിക? നമ്മൾ R2നെ മാറ്റുന്നത്, R1നെ മാറ്റുന്നില്ലല്ലോ. അപ്പൊ R1 അങ്ങനെ തന്നെ എഴുതും. R1 മീൻസ് ഫസ്റ്റ് റോ. ഇനി R2വില് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ചേഞ്ച് വരുത്തുക. സോ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലാണ് എപ്പോഴും നമ്മൾ ക്രിയകൾ ചെയ്യുക. അപ്പൊ എന്താണ് ആദ്യത്തെ എലമെന്റ് വരിക? 2 മൈനസ് 2 ഇൻറ്റു 1 ഇറ്റ് ഈസ് 0. ഇനി അടുത്ത എന്താ വരിക നോക്കൂ. മൈനസ് 1 അത് R2വിലെ എലമെന്റ് മൈനസ് 2 ഇൻറ്റു R1. R1ലെ എലമെന്റ് എന്താ? 2 ആണ്. കറസ്പോണ്ടിങ് എലമെന്റ് 2 ആണ്. അപ്പൊ ഈ സംഖ്യയാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. എത്രയത്? -1 - 4 ഇറ്റ് ഈസ് -1. അപ്പൊ ഇതുപോലെ നമുക്ക് സൈഡിൽ എഴുതി നോക്കാം. നമ്മൾ മനസ്സിൽ ചെയ്യുമ്പോൾ ശരിയാവുന്നില്ലെങ്കിൽ സൈഡിൽ എഴുതി നോക്കിയിട്ട് ചെയ്യാം. ഈക്വൽ ടു ഈ റൈറ്റ് സൈഡിലെ ഈ മെട്രിക്സിലും ഇതേ കാര്യം അപ്ലൈ ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ R2നെ മാറ്റേണ്ടത്, അതുകൊണ്ട് R1 പഴയ പോലെ എഴുതി. ഇനി R2വില് ഈ റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. 0 മൈനസ് 2 ഇൻറ്റു 1 എത്ര വരിക? -2. 0 മൈനസ് 2 ഇൻറ്റു 1 കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ റോസിലെ എലമെന്റ്സ് തമ്മിലാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് 1 മൈനസ് 2 ഇൻറ്റു 0 ഇറ്റ് ഈസ് 1 itself ഇൻറ്റു എ. ആ ഇൻറ്റു എ എല്ലാ സ്റ്റെപ്പിലും എഴുതണം, പക്ഷെ നമ്മൾ ആ എനെ നമ്മൾ തൊടുന്നില്ല. അപ്പൊ നോക്കൂ, ഫസ്റ്റ് കോളം ശരിയായി. ഇനി നമുക്ക് ഈ റോ ശരിയാവാൻ ഈ 5നെ മാത്രം മാറ്റിയാൽ പോലെ.
സോ എഗെയിൻ നമ്മള് റൂൾ അപ്ലൈ ചെയ്യുന്നത് R2-ലാണ്. 5നെ മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു അത് ആ റോയിൽ മൊത്തമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. സോ ലെറ്റ് us again ചേഞ്ച് R2. എങ്ങനെ R2-നെ മാറ്റണം? ഇവിടെ നമുക്ക് 1 വരണം. ഇവിടെ 1 വരണമെങ്കിൽ -5നെ എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം എന്ന് ആലോചിക്കാം. എന്തുകൊണ്ടാണ് ഇൻഡ്യൂസ് ചെയ്യേണ്ടത്? -1/5 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ ഈ പ്ലേസ് 1 ആവും. -1/5 ഇൻറ്റു -5 1 അല്ലേ? അപ്പൊ ഈ കിട്ടിയ പ്രൊസീജിയറിനെ നമ്മൾ റൂൾ ആക്കുക. സോ വാട്ട് ഈസ് ദ റൂൾ? -1/5 R2. ഈ -5 R2-ലെ എലമെന്റ് ആണ്. ഈ എലമെന്റ് നോക്കിയിട്ടാണ് നമ്മൾ ആ റൂള് തീരുമാനിച്ചത്. സോ ദിസ് ഇസ് അവർ റൂൾ. ഇനി ഈ റൂള് പ്രകാരം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. എന്താ കിട്ടുക? ഇവിടെയും R2-നെ ചേഞ്ച് ചെയ്യുന്നത്, R1 ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ 1 2 അവിടെ തന്നെ വെച്ചു. ഇനി R2-ല് ഫസ്റ്റ് എലമെന്റ് 0. -1/5 ഇൻറ്റു 0 എന്താണ്? 0 ആണ്. -1/5 ഇൻറ്റു -5 1 ആണ്. അതിന്റെ പാകത്തിനാണ് നമ്മൾ റൂൾ ശരിയാക്കിയത്. അപ്പൊ ഈ ഒരു പ്ലേസും കൂടെ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കുകയല്ലേ വേണ്ടത്. ഈ ഒരു പ്ലേസും കൂടെ ശരിയായി. ഇനി അതിനനുസരിച്ച് റൈറ്റിലെ മെട്രിക്സിൽ ചെയ്യാം. 1 0 അങ്ങനെ തന്നെ വെച്ചു. -2 ഇൻറ്റു -1/5 ഇറ്റ് ഈസ് 2/5. അടുത്തത് 1 ഇൻറ്റു അല്ലെങ്കിൽ -1/5 ഇൻറ്റു 1 ഇറ്റ് ഈസ് -1/5 ഇൻറ്റു. അപ്പൊ നോക്കൂ, ഇവിടെ പല സ്ഥാനങ്ങൾ ശരിയായി വന്നു. ഇനി ആകെ ബാക്കിയുള്ള ഈ ഒരു 2 ആണ്. അപ്പൊ നോക്കൂ, 2 കിടക്കുന്ന ഏത് റോയിൽ? ആ റോയിനെ മൊത്തമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. 2 കിടക്കുന്നത് എവിടെയാണ്? R1-ലാണ്. അപ്പൊ അടുത്തത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് R1-ന്. എങ്ങനെ ചേഞ്ച് ചെയ്യണം? ഇവിടെ 0 വരാൻ പാകത്തിന് ചേഞ്ച് ചെയ്യണം. ഏത് തമ്മിലാ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? ഈ റോയും തമ്മിലാ ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ രണ്ട് കറസ്പോണ്ടിങ് എലമെന്റ്സിനെ നോക്കുക. ഇത് വെച്ചിട്ട് ഇവിടെ 0 ഉണ്ടാക്കാൻ എന്താ വഴി എന്ന് ആലോചിക്കുക. സോ വാട്ട് ഈസ് ദ റൂൾ? R1 ചേഞ്ചസ് ടു R1 -2 കിട്ടണം. ആ -2 എന്നുള്ളതിന് നമ്മൾ R2 ഉപയോഗിച്ച് ഉണ്ടാക്കുക. സോ R1 -2R2 ദാറ്റ് ഈസ് ദ റൂൾ. R1 -2R2 എന്ന് കൊടുക്കാം. അതും അതെ, നമ്മൾ ഈ രണ്ട് എലമെന്റ് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അതിനെയാണ് നമ്മൾ റൂളാക്കിയിട്ട് എഴുതുന്നത്. അപ്പൊ ഇത് അപ്ലൈ ചെയ്താൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മൾ മാറ്റുന്നത് R1-നെയാണ്. R1-ലെ ഫസ്റ്റ് എലമെന്റ് 1, കറസ്പോണ്ടിങ് എലമെന്റ് 0. സോ 1 -2 ഇൻറ്റു 0 ഇറ്റ് ഈസ് 1 itself. അടുത്തത് 2 -2 ഇൻറ്റു 1 ഇറ്റ് ഈസ് 0. R2-നെ നമ്മൾ മാറ്റുന്നില്ല ഈ സ്റ്റെപ്പിൽ. അപ്പൊ അത് അതുപോലെ തന്നെ എഴുതാം. R2 അങ്ങനെ തന്നെ എഴുതാം. കിട്ടിക്കഴിഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ്. ഈ റൈറ്റിലും ഇതേ പ്രൊസീജിയർ നമ്മൾ ചെയ്യണം. സോ അഗെയിൻ R1-നെ ചേഞ്ച് ചെയ്യേണ്ടത്. അവിടെ ഭിന്നസംഖ്യകളായതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണം. What is the corresponding elements? 1 and 2/5. So applying that rule, എന്താ ഫസ്റ്റ് എലമെന്റ് വരിക? 1 -2 ഇൻറ്റു R2-ലെ എലമെന്റ്. R2-ലെ എലമെന്റ് എന്താ? 2/5. ഈ സംഖ്യയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. സോ വാട്ട് ഈസ് ദാറ്റ് എലമെന്റ്? 1 -4/5 എന്ന് പറഞ്ഞാൽ 5 -4 ഡിവൈഡഡ് ബൈ 5 ഇറ്റ് ഈസ് 1/5. ഇനി അടുത്തത് ഇവിടെ R1-ലെ സെക്കൻഡ് എലമെന്റ്, കറസ്പോണ്ടിങ് എലമെന്റ് -1/5 ആണ്. സോ വാട്ട് ഈസ് ദാറ്റ് എലമെന്റ്? R1 -0 -2 ഇൻറ്റു R2-ലെ എലമെന്റ്. R2-ലെ എലമെന്റ് -1/5. സോ ദ എലമെന്റ് ഈസ് 2/5. ഇനി R1-നെയാണ് അവിടെ മാറ്റുന്നത്, R2 മാറ്റുന്നില്ലല്ലോ. അപ്പൊ അതതുപോലെ തന്നെ എഴുതാം. 2/5 -1/5 ഇൻറ്റു A. അപ്പൊ നോക്കൂ, ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് വന്നു. നമ്മുടെ എയിം അതായിരുന്നു, ലെഫ്റ്റിൽ ഐഡന്റിറ്റി വരണം എന്നുള്ളതായിരുന്നു. അതിനനുസരിച്ച് ഈ ഇവിടെ ഐഡന്റിറ്റി ആയിരുന്നു നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതുമ്പോൾ. ഇവിടെ ഇതിന് പകരം വേറൊരു മെട്രിക്സ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് എന്ത് എഴുതാം? ഈ മെട്രിക്സ് എന്താണോ അതാണ് നമ്മുടെ A ഇൻവേഴ്സ്. സോ ദിസ് ഇംപ്ലൈസ് A ഇൻവേഴ്സ് ഈക്വൽ ടു 1/5 2/5 2/5 -1/5. ഇതാണ് റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന രീതി. നമുക്ക് ഇതേപോലെ വേറൊരു പ്രോബ്ലം ചെയ്യാം. A എന്നുള്ള മെട്രിക്സ് ഒന്ന് മാറ്റിയെടുക്കുന്നു. വേറൊരു ചോദ്യം. A ഈക്വൽ ടു 3 1 5 2 എന്ന മെട്രിക്സ് ആണ്. റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്നു. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം A ഈക്വൽ ടു I ഇൻറ്റു A ഇംപ്ലൈസ്
3152 is equal to 1001 into A. ഇനി ആദ്യം നമുക്ക് ഈ ഒരു പ്ലേസ് ശരിയാക്കണം. ഈ ഒരു പ്ലേസ് ശരിയാക്കാൻ നമുക്ക് R1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1 വന്നോളൂ. സോ ദ ഫസ്റ്റ് റൂൾ ഈസ് R1 ചേഞ്ചസ് ടു 1/3 R1. അത് അപ്ലൈ ചെയ്താൽ ഇവിടെ എന്താ കിട്ടുക? 1/3 into 3 1 വരും. 1/3 into 1 1/3. R1നെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ R2 തൊട്ട് മേലെ എങ്ങനെയാണോ അതേപോലെ എഴുതിയാൽ മതി. ഇനി ഇതേ കാര്യം റൈറ്റിലെ ഐഡന്റിറ്റി മെട്രിക്സിൽ കൊടുത്താൽ എന്താ കിട്ടുക? 1/3 into R1. സോ 1/3 into 1 1/3 തന്നെ. ഇവിടെ 0 വരും. 0 1 into A. അപ്പോ ഇവിടെ നമ്മൾ ചെയ്തത് ഈ ഫസ്റ്റ് പ്ലേസിൽ 1 0 1 അല്ലേ വരേണ്ടത് ഫസ്റ്റ് പ്ലേസിൽ, അത് 1 ആക്കാനുള്ള പണിയാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഇനി നേരത്തെ പറഞ്ഞു ഓരോ കോളം ആക്കിയിട്ടാണ് നമ്മൾ ശരിയാക്കി പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത നമ്മുടെ എയിം ഇവിടെ 0 വരുത്തണം. ഇവിടെ 0 വരുത്തണമെങ്കിൽ 5 - 5 എന്നൊരു ടേം വേണം. ഒരു 5 R2-ലുണ്ട്. അപ്പൊ R2-ൽ നിന്നും R1ന്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിളും മൈനസ് ചെയ്താൽ മതി. such that ഇവിടെ 0 കിട്ടണം. So we can write the rule like this. R2 changes to R2 minus 5R1. ഇവിടെ 0 വരാൻ എന്ത് വേണമെന്ന് ആലോചിച്ചിട്ടാണ് അത് എഴുതുന്നത്. ഇനി ഈ റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് R2നെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് R1 മാറ്റില്ല, അത് അങ്ങനെ തന്നെ എഴുതും. ഇവിടെ എന്താ വരിക? 5 - 5 into 1 it is 0. അടുത്ത എലമെന്റ് ഇവയാണ് കറസ്പോണ്ടിങ് എലമെന്റ്സ്. സോ R2 മൈനസ് എന്നുള്ളതിന് 2 minus 5 into corresponding element is 1/3. അപ്പൊ 2 minus 5/3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6 minus 5/3 or it is also 1/3. Now റൈറ്റില് ഫസ്റ്റ് റോ ആസ് യൂഷ്വൽ അതേപോലെ എഴുതി. സെക്കൻഡ് റോ 0 minus 5 into 1/3. It is minus 5/3. അടുത്തത് 1 minus 5 into 0. It is 1 into A. അപ്പൊ ഈ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് 1/3 0 minus 5/3 1 into A ന് കിട്ടി. ഇനി നമുക്ക് ഈ സ്ഥാനങ്ങളാണ് ശരിയാക്കാനുള്ളത് അല്ലെ? ഈ സ്ഥാനങ്ങൾ ശരിയാക്കാൻ നമുക്ക് ആദ്യം ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം. ഇവിടെ രണ്ടും 1/3 ആയതുകൊണ്ട് ഏത് ആദ്യം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഈ പ്ലേസ് നോക്കാം. ഈ പ്ലേസിൽ നമുക്ക് 1 ഇവിടെ 0 ആണ് വരേണ്ടത്. ഇവിടെ 0 വരണമെങ്കിൽ ഈ രണ്ട് എലമെന്റ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി അല്ലെ? R1ലെ എലമെന്റും R2ലെ കറസ്പോണ്ടിങ് എലമെന്റും മൈനസ് ചെയ്താൽ ഇവിടെ നമുക്ക് 0 കിട്ടും. അപ്പൊ അതന്നെ റൂള്. അപ്പൊ R1 ചേഞ്ചസ് ടു ഈ എലമെന്റിനെ മാത്രം ചെയ്യാൻ പാടില്ല, ചെയ്യുന്ന R1ന്റെ മൊത്തത്തില്. സോ R1 ചേഞ്ചസ് ടു R1 മൈനസ് R2. ഇവിടെ 0 വരാൻ പാകത്തിനാണ് നമ്മൾ ആ റൂൾ എടുത്തത്. അങ്ങനെ എന്താ കിട്ടാൻ നോക്കാം. R1 ഫസ്റ്റ് റോയിന് മാറ്റുന്നു. 1 minus 0 it is 1 itself. 1/3 minus 1/3 അവിടെ 0 വന്നു. ബാക്കിയുള്ളത് 0 1/3. ഇനി ഇതേ കാര്യം നമുക്ക് റൈറ്റിൽ അപ്ലൈ ചെയ്താൽ എന്താണ് ഫസ്റ്റ് എലമെന്റ് വരേണ്ടത്? R1 minus R2 ആണ്. അപ്പൊ 1/3 minus 5/3. 1/3 plus 5/3 വരും. 6/3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി അടുത്ത എലമെന്റ് എന്താ വരേണ്ടത് നോക്കൂ. R1 മൈനസ് R2. അപ്പൊ 0 മൈനസ് 1 ഇറ്റ് ഈസ് -1. രണ്ടാമത്തെ റോ മാറ്റമില്ല, അത് അതേപോലെ എഴുതുന്നു. -5/3 into A. 2 minus 1 minus 5/3 1 into A. ഇനി നമുക്ക് ഇവിടെ ഐഡന്റിറ്റി ആവാൻ ബാക്കിയുള്ളത് ഈ ഒരു പ്ലേസ് മാത്രമാണ്. അപ്പൊ ഈ ഒരു പ്ലേസിൽ ഈ ഒരു എലമെന്റ് നമുക്ക് 1 കിട്ടണം. 1 കിട്ടണമെങ്കിൽ നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത് R2ലാണ്. എന്ത് ചേഞ്ച് വരുത്തണം? ഇവിടെ 1/3 ആണുള്ളത്, അവിടെ 1 ആവണമെങ്കിൽ അതിനെ 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. സോ ദ റൂൾ ഈസ് R2 ചേഞ്ചസ് ടു 3R2. ജസ്റ്റ് 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു. അപ്പൊ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ റൂള് വരിക നോക്കാം. R2നെയാണ്. സോ R1 നേരത്തെ പോലെ അങ്ങനെ തന്നെ എഴുതി. 3 into 0 3 വരും. 3 into 1/3 1 വരും. ഇതേ കാര്യം നമുക്ക് ഇവിടെയും കൊടുക്കാം. R1
2 minus 1. ഇതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ -5. 3 into 1 is 3 into A. അപ്പൊ ഇവിടെ ഐഡന്റിറ്റി വന്നു, ഇവിടുത്തെ ഐഡന്റിറ്റി മാറി, പകരം B എന്ന ഒരു മെട്രിക്സ് വന്നു. I equal to B എന്നുള്ള ഫോമിലെത്തി. This implies A inverse equal to ഈ B യുടെ സ്ഥാനത്തുള്ള മെട്രിക്സ്. What is that? 2 minus 1 minus 5. ഇതാണ് ഇവിടുത്തെ ഇൻവേഴ്സ്. അപ്പൊ ഇത് ജസ്റ്റ് നോക്കി പഠിക്കാൻ പറ്റുന്നതല്ല, നമ്മൾ ചെയ്ത് ചെയ്ത് മാത്രമേ അതില് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓരോ കാര്യങ്ങളും ചെയ്യാൻ തന്നെ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യും. ഒന്നും കൂടെ ചെയ്യാം. A is equal to matrix 3, 10, 2, 7. Again റോ ഓപ്പറേഷൻ ആയതുകൊണ്ട് A equal to IA എന്ന് തുടങ്ങുന്നു. 3, 10, 2, 7 is equal to 1, 0, 0, 1 into A. ഇനി നമുക്ക് ഫസ്റ്റ് പ്ലേസ് 1 ആക്കണം. ഇവിടെ 3 ആണത്. പക്ഷെ സെക്കൻഡ് റോയില് അതേ സ്ഥാനത്ത് കറസ്പോണ്ടിങ് എലമെന്റ് 2 ആണ്. അപ്പൊ 3 minus 2 ചെയ്താൽ ഇവിടെ 1 കിട്ടും. സോ എങ്ങനെ റൂൾ എഴുതാം? R1 changes to R1 minus R2 കൊടുക്കാം. അപ്പൊ അത് അപ്ലൈ ചെയ്താൽ കറസ്പോണ്ടിങ് എലമെന്റ് നോക്കാം. 3 minus 2 1 വരും. 10 minus 7 3 വരും. സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതി. ഈക്വൽ ടു ഇവിടെയും അതേപോലെ R1 minus R2. 1 minus 0 1. 0 minus 1 minus 1 0 1 into A. ഇപ്പൊ ഫസ്റ്റ് പ്ലേസ് 1 കിട്ടി. ഇനി നമുക്ക് ഈ കോളമാണ് അഡ്ജസ്റ്റ് ആക്കേണ്ടത് ആദ്യം. ഈ കോളം അഡ്ജസ്റ്റ് ആക്കണമെങ്കിൽ ഈ 2ന്റെ സ്ഥലത്ത് 0 കിട്ടണം. അപ്പോ ഈ കറസ്പോണ്ടിങ് എലമെന്റ് തമ്മിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. സോ വി ക്യാൻ റൈറ്റ് ദ റൂൾ ലൈക്ക് ദിസ്. R2 changes to ഇതിനെ മൊത്തത്തിൽ മാറ്റണം. R2 minus 2 minus 2 വരണ്ടേ, അതുകൊണ്ട് 2R1 എഴുതി. ഏത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ നോക്കാം. R1 1 3 തന്നെ എഴുതി. R2 2 minus 2 equal to 0 വരും. ഇവിടെ എന്താ എത്ര കിട്ടുക? 7 minus 2 into 3 that is 7 minus 6 equal to 1. ഇനി റൈറ്റിലെ മെട്രിക്സിൽ അതേപോലെ ചെയ്യാം. 1 minus 1 ഫസ്റ്റ് റോ അതേപോലെ എഴുതി. സെക്കൻഡ് റോയില് 0 minus 2 into 1 minus 2. 1 minus 2 into minus 1 അതായത് 1 plus 2 വരും. It is equal to 3 into A. ഇനി നമുക്ക് ഏത് സ്ഥലമാണ് ബാക്കിയുള്ളത് നോക്കാം. R1 minus R2 എടുത്തു. അപ്പൊ എത്ര കിട്ടിയ? 1 3 2 7 equal to 1 minus 1 0 1 into A കിട്ടി. Again R2 changes to R2 minus 2R1 ചെയ്തു. അത് അപ്ലൈ ചെയ്തപ്പോ 1 minus 1 minus 2 3 കിട്ടി. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ ഒരു 3 ആണ്. 3 കിടക്കുന്നത് എവിടെയാണ്? R1ല്. അപ്പൊ R1ല് ഈ 3യുടെ സ്ഥാനത്ത് നമുക്ക് 0 വേണം. അപ്പൊ R1ഉം R2ഉം തമ്മിലുള്ള കറസ്പോണ്ടിങ് എലമെന്റ്സിന്റെ കോമ്പിനേഷൻ എടുക്കാം. സോ വാട്ട് വിൽ ബി ദ റൂൾ? R1 changes to R1 minus 3R2. R1 minus 3R2. ഇനി അതും കൂടെ അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോ 1 minus 3 into 0 it is 1 itself. 3 minus 3 into 1 that is 0. അടുത്ത റോ നമ്മൾ മാറ്റുന്നില്ല. 0 1 അങ്ങനെ തന്നെ ഈക്വൽ ടു. ഇനി ഈ സൈഡിൽ R1നെ മാറ്റണം. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ് ചെയ്യുമ്പോൾ 1 minus 3 into minus 2. 1 minus 3 into minus 2. എത്ര കിട്ടുക? 1 plus 6 equal to 7. അടുത്തത് -1 minus 3 into 3. അപ്പൊ -1 minus 9 it is equal to -10. ഇനി ബാക്കി രണ്ട് എലമെന്റ്സ് അതേപോലെ -2 3 അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു A കിട്ടി. അപ്പൊ നോക്കൂ, ഇവിടെ ഐഡന്റിറ്റി വന്നില്ലേ? ഈ ഐഡന്റിറ്റി മാറി ഇവിടെ പകരം വേറൊരു മെട്രിക്സ് B വന്നു. സോ ദിസ് ഇംപ്ലൈസ് A inverse equal to 7
-10 -2 ഇതാണ് ഇവിടുത്തെ എയുടെ ഇൻവേഴ്സ്. ഇപ്പൊ നമ്മൾ ചെയ്തത് 2x2 മെട്രിക്സിലാണ്. ഇതേപോലെ ഏത് ഓർഡർ സ്ക്വയർ മെട്രിക്സിലും ചെയ്യാം. നമുക്കിനി ഒരു 3x3യുടെ കേസ് എടുക്കാം. അപ്പൊ 3x3 ആവുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ 9 എലമെന്റ്സ് ഉണ്ട്. 9 സ്ഥാനങ്ങൾ നമ്മൾ ശരിയാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ലെങ്തി ആയിരിക്കും. സോ കൺസിഡർ ദ മെട്രിക്സ് A equal to matrix 0 1 2 1 2 3 3 1 1. ഇതിന്റെ ഇൻവേഴ്സ് റോ ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കണം. 9 സ്ഥാനങ്ങൾ വരുന്നതുകൊണ്ട് അതിനനുസരിച്ച് ഇവിടെ സ്റ്റെപ്സിന്റെ നീളം കൂടും. സോ ലെറ്റ് us start. A equal to I into A implies A എന്ന മെട്രിക്സ് 0 1 2 1 2 3 3 1 1 ഈക്വൽ ടു ഇവിടുത്തെ ഐഡന്റിറ്റി മെട്രിക്സ് ഓർഡർ 3 ആണ്. 1 0 0 0 1 0 0 0 1 ഇൻറ്റു A. നമുക്ക് ഓരോ സ്ഥലമായിട്ട് നോക്കി തുടങ്ങാം. ഫസ്റ്റ് കോളം ശരിയാക്കണം. പക്ഷെ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് എലമെന്റ് 0 ആണ് കിടക്കുന്നത്. നമുക്ക് വേണ്ടത് 1 ആണ്. 1 തൊട്ട് താഴെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ റോയിനെ അങ്ങോട്ടും ആ റോയിനെ ഇങ്ങോട്ടും മാറ്റിയാൽ പോരെ? റോ ഓപ്പറേഷൻസിൽ ഇന്റർചേഞ്ച് വരുന്നുണ്ട്. സോ ഫസ്റ്റ് റൂൾ ചെയ്യാൻ പോകുന്ന ഇതാണ്. R1ഉം R2ഉം ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഈ നൊട്ടേഷൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. ഇന്റർചേഞ്ച് ചെയ്താൽ എന്താ കിട്ടുക? 1 2 3 ഫസ്റ്റ് റോ ആയി, 0 1 2 സെക്കൻഡ് റോ ആയി, 3 1 1 തേർഡ് റോ ആയി. ഈക്വൽ ടു ഇവിടെയും അതേപോലെ R1 R2 ഇന്റർചേഞ്ച് ചെയ്യും. അപ്പൊ 0 1 0 ഫസ്റ്റ് ആയി, 1 0 0 സെക്കൻഡ്, 0 0 1 തേർഡ് ഇൻറ്റു A. അപ്പൊ ആദ്യത്തെ റോള് നമ്മൾ കൊടുത്തു. ഫസ്റ്റ് പ്ലേസിൽ 1 വന്നു. പക്ഷെ അവിടെ ഒരു ലോട്ടറിയും കൂടെ കിട്ടി. സെക്കൻഡ് പ്ലേസ് ഇവിടെ 0 കൂടെ ശരിയായി അല്ലെ? അപ്പൊ ഇനി ഫസ്റ്റ് കോളം ശരിയാവാൻ ബാക്കിയുള്ളത് 3 ആണ്. 3 കിടക്കുന്നത് തേർഡ് റോയിലാണ്, R3യിലാണ്. R3യില് ഇവിടെ 0 വരണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏതെടുക്കണം? 1 വെച്ചിട്ട് കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ R3യും R1ഉം തമ്മിൽ എന്ത് ചെയ്താലാണ് ഇവിടെ 0 ഉണ്ടാവുക? അതാണ് അവിടുത്തെ റൂള്. സോ ഹിയർ ദ റൂൾ ഈസ് R3 മൈനസ് 3R1. അപ്പൊ നോക്കൂ, 3 മൈനസ് 3 വരും. ഇവിടെ 0 കിട്ടും. ബാക്കിയുള്ളടത്ത് എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഈ പ്ലേസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. സോ ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതാണ്. 1 2 3 അങ്ങനെ തന്നെ എഴുതി. 0 1 2 മാറ്റില്ല, അതും അങ്ങനെ തന്നെ എഴുതി. ഇനി R3നെ മാറ്റുന്നു. 3 മൈനസ് 3 ഇൻറ്റു 1 ഇറ്റ് ഈസ് 0. അടുത്തത് 1 മൈനസ് 3 ഇൻറ്റു 2 1 മൈനസ് 6 ഇറ്റ് ഈസ് മൈനസ് 5. ഇനി അടുത്ത എലമെന്റ് 1ഉം 3യും തമ്മിലാണ്. അപ്പൊ 1 മൈനസ് 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 1 മൈനസ് 9 ഈക്വൽ ടു മൈനസ് 8 ഈക്വൽ ടു. ഇനി റൈറ്റില് ചെയ്യാം. 0 1 0 അതുപോലെ തന്നെ എഴുതി, 1 0 0 അങ്ങനെ തന്നെ എഴുതി. R3യിൽ ഈ മാറ്റം. സോ 0 മൈനസ് 0ന്റെ മൾട്ടിപ്പിൾ ആണ്, അതൊന്നും നോക്കണ്ട, 0 തന്നെ. അടുത്തത് 0 മൈനസ് 3 ഇൻറ്റു 1 ഇറ്റ് ഈസ് മൈനസ് 3. അടുത്തത് 1 മൈനസ് 3 ഇൻറ്റു 0 ഇറ്റ് ഈസ് 1 ഇൻറ്റു A. അപ്പോ ഫസ്റ്റ് കോളം ഇവിടെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്തത് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാം. ഫസ്റ്റ് കോളം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കോളത്തിലേക്ക് കിടക്കാം. സെക്കൻഡ് കോളത്തിൽ ഇവിടെ 2 ഉണ്ട്. അപ്പൊ നമ്മൾ റോ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് 2നെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് R1നെ ചേഞ്ച് ചെയ്യണം അല്ലെ? അപ്പൊ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്ന് ആലോചിക്കാം. R1 എങ്ങനെ ചേഞ്ച് ചെയ്യണം? R1 ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടെ 0 വരാൻ പാകത്തിനാണ്. ഇവിടെ 0 വരണമെങ്കിൽ നമുക്ക് -5 ഉപയോഗിച്ചിട്ടുള്ള കോമ്പിനേഷനേക്കാളും 1 ഉപയോഗിച്ചിട്ടുള്ള കോമ്പിനേഷനാണ് നമുക്ക് എളുപ്പം അല്ലെ? അപ്പൊ R1ഉം R2ഉം തമ്മിൽ എന്ത് ചെയ്താലാണ് ഇവിടെ 0 വരിക എന്ന് ആലോചിക്കാം. 2 മൈനസ് 2 വരുത്തണം, നേരത്തെ ചെയ്ത പോലെ തന്നെ. സോ ദ റൂൾ ഈസ് R1 ചേഞ്ചസ് ടു R1 മൈനസ് 2R2 എന്ന് കൊടുത്താൽ മതി. R1 ചേഞ്ചസ് ടു R1 മൈനസ്
2r2 കൊടുക്കാം. ഇനി അത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കാം ലെഫ്റ്റിൽ എന്താ കിട്ടുക. നമുക്ക് R1നെയാണ് മാറ്റുന്നത്. 1 minus 2 into 0. It is 1 itself. 2 minus 2 into 1. It is 2 minus 2 equal to 0. അടുത്തത് 3 minus 2 into 2. 3 minus 4. It is equal to minus 1. അപ്പോ മാറ്റം വന്നു കഴിഞ്ഞു. ബാക്കി രണ്ട് റോസ് നമുക്ക് അതേപോലെ എഴുതിയാൽ മതി. 0 1 2 0 minus 5 minus 6. ഇനി ഇതേ കാര്യം നമുക്ക് റൈറ്റിലും ചെയ്യണം. സോ R1 0 minus 2 into 1. That is minus 2. 1 minus 2 into 0. അത് 1. പിന്നെ രണ്ട് സീറോസ് ആയതുകൊണ്ട് 0. ബാക്കി രണ്ട് റോ മുമ്പത്തെ എങ്ങനെയാണോ അതേപോലെ എഴുതുന്നു. 0 minus 3 1 into 8. അപ്പോ നമുക്ക് ഏതൊക്കെ ഭാഗം ശരിയായി? 1 0 0 ശരിയായി. 0 1 അടുത്ത നമ്മുടെ എം ഇവിടെയാണ് -5. ഈ -5ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് വരണം? 0 വരണം. -5ന്റെ സ്ഥാനത്ത് 0 വരണമെങ്കിൽ -5 + 5 ഉണ്ടാക്കണം. +5 ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് R2 ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്തായിരിക്കും റൂള്? R3 -5 കിടക്കുന്നത് R3യിലാണ്. R3 + 5 R2. ഇവിടെ 5 വരുത്താനാണ് 5 R2 എന്ന് എടുത്തത്. നോക്കാം എന്താണ് റിസൾട്ട് കിട്ടുക. 1 0 -1 ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതി. 0 1 2 അതും അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് റൂൾ തുടങ്ങണം. 0 + 5 into 0 0 തന്നെ. -5 + 5 into 1 0 കിട്ടും. അടുത്തത് -8 + 5 into 2 -8 + 10 equal to +2 കിട്ടും. ഈക്വൽ ടു ഇനി റൈറ്റില് അതേപോലെ R1 നേരത്തെ പോലെ എഴുതി. R2 അതും എടുത്തെഴുതി. ഇനി R3 മാറ്റാം. 0 + 5 into 1 it is 5. -3 + 5 into 0 അത് -3 തന്നെ. 1 + 5 into 0 it is 1 into 8. അപ്പൊ നോക്കാം ഫസ്റ്റ് കോളമായി സെക്കൻഡ് കോളം ശരിയായി. ഇനി നമുക്ക് തേർഡ് കോളത്തിലാണ് അഡ്ജസ്റ്റ്മെന്റ്. അതിന് മുന്നേ നിങ്ങൾ നോക്കുക തേർഡ് റോ ശരിയാവാൻ ഈ ഒരു 2നെ മാത്രം മാറ്റിയാൽ പോരെ. മാത്രമല്ല നമുക്ക് 1ഉം 0യും ഒക്കെ ആണെങ്കിൽ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് ബാക്കിയുള്ള സംഖ്യകളെക്കാളും. അപ്പൊ നമുക്ക് ആദ്യം എന്താ ഇവിടെ തന്നെ ശരിയാക്കാം. ഇവിടെ എന്താ വരേണ്ടത്? 1 ആണ്. 1 വരണമെങ്കിൽ R3നെ നമ്മൾ എന്ത് ചെയ്യണം? /2 വന്നാൽ പോരെ. /2 എന്നതിന് പകരം 1/2 എഴുതാം. സോ 1/2 R3. R3 changes to 1/2 R3. So what is the rule? 1 0 -1 0 1 2. Last row becomes 0 0 1. ആ 1 അവിടെ കറക്റ്റ് ആയിട്ട് വന്നു. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഈ രണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അത് ആദ്യം ചെയ്തത്. ഈ റൈറ്റില് -2 1 0 1 0 0 /2 വരണം. അപ്പൊ ആദ്യത്തെ എലമെന്റ് 5/2. അടുത്തത് -3/2. ഇവിടെ എന്ത് വരും? 1/2 into 8. ഇനി അപ്പൊ ഈ പ്ലേസ് ശരിയായി. ഇനി നമുക്ക് ഈ കോളത്തിൽ 2 എലമെന്റ്സ് ശരിയാക്കാനുണ്ട്. നമുക്ക് ആദ്യം R1ലെ 1ന്റെ പ്ലേസ് നോക്കാം. ഇവിടെ എന്താ വരേണ്ടത്? 0 വരണം. 0 വരുത്താൻ എളുപ്പമാണ്. ഇവിടെ -1 ഇവിടെ 1 അല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? R1 + R3 എടുത്താൽ മതി. R1 changes to R1 + R3. So this implies R1 + R3 വരുമ്പോ 1 വരും. ഇവിടെയൊക്കെ 2 സീറോസ് ആണ്. 0 വരും. -1 + 1 0 കിട്ടി. സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതി. തേർഡ് റോയും മാറ്റില്ല അങ്ങനെ തന്നെ എഴുതി. ഇനി റൈറ്റില് R1 + R3 അവിടെ ശ്രദ്ധിക്കണം.
-2 പ്ലസ് 5/2 ആണ് ഫസ്റ്റ് എലമെന്റ്. അപ്പൊ എത്ര വരിക? -4 പ്ലസ് 5/2 ഓർ ഇറ്റ് ഈസ് 1/2. അടുത്തത് 1 പ്ലസ് -3/2 ഓർ ഇറ്റ് ഈസ് 1 - 3/2. എത്ര കിട്ടുക? -1/2. The next is 0 plus 1/2, that is 1/2. Then 1 0 0, 5/2 minus 3/2, 1/2 into 8. അപ്പോ 1 0 0 ആയി 0 1 ദാ. ഇനി അടുത്തത് ഇവിടെയാണ് ചെയ്യേണ്ടത്. ആ എലമെന്റ് കിടക്കുന്നത് സെക്കൻഡ് റോയിലാണ്. ഇവിടെ 0 വരണമെങ്കിൽ നമുക്ക് തേർഡ് റോ ആയിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കിയാൽ മതി. എന്ത് കോമ്പിനേഷൻ കൊണ്ടുവരണം? R2 minus 2R3. അപ്പൊ 2 - 2 ഇവിടെ 0 വന്നോളൂ. അത് അപ്ലൈ ചെയ്താൽ അതും കൂടി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമുക്ക്. 1 0 0 കൊടുത്തു, 0 1. ഇവിടെ എന്ത് വരും? 2 - 2 = 0 വന്നു. 0 0 1 അങ്ങനെ തന്നെ ആയി. അപ്പൊ അവിടെ കറക്റ്റ് ആയി. ഇനി റൈറ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് കൂടെ കൊടുത്താൽ മതി നമുക്ക്. 1/2 -1/2 1/2. ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതി. സെക്കൻഡ് റോ ചേഞ്ച് ചെയ്യണം. അപ്പൊ നോക്കാം എങ്ങനെയാ വരിക. 1ഉം 5/2 തമ്മിലാണ്. 1 minus 2 into 5/2. അപ്പൊ എത്ര വരിക? 2 minus R1 plus R3 കിട്ടി. 5/2 minus 3/2 1/2 into A കിട്ടി. R2 changes to R2 minus 2R3 കിട്ടി. So 1/2 minus 1/2 1/2 ശരിയാണ്. അടുത്തത് എന്താ വരിക? ഇവിടെ 2 ക്യാൻസൽ ചെയ്യും അല്ലെ? അപ്പൊ 1 minus 5 = -4. അടുത്തത് എത്ര വരിക? 0 minus 2 into -3/2. അവിടെയും 2 കട്ട് ചെയ്യും. Minus of minus is +3 വരും. Now, what is the next element? -2. 0 minus 2 into 1/2. 2 കട്ടാവും. ബാക്കിയുള്ളത് -1. അടുത്ത റോ മാറ്റുന്നില്ല. അതങ്ങനെ തന്നെ എഴുതാം. 5/2 minus 3/2 1/2 into തീർന്നില്ലേ? നോക്കുക, ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻവേഴ്സ്. വിച്ച് ഇംപ്ലൈസ് A inverse equal to matrix 1/2 minus 1/2 1/2 -4 3 -1 5/2 minus 3/2 1/2. അപ്പോ ഓർഡർ 3യിലുള്ള സ്ക്വയർ മെട്രിക്സ് ആവുമ്പോ നേരത്തെ പോലെയല്ല, കുറച്ചും കൂടെ പ്ലേസസ് വരുന്നത് കൊണ്ട് കുറച്ചും കൂടെ ശരിയാണ്.